കഴിഞ്ഞ ദിവസം മലയാളികളെ ഏറെ നൊമ്പരപ്പെടുത്തിയ വാർത്തയായിരുന്നു 19 വയസ്സുകാരിയുടെ ആത്മഹത്യ. നിറം കുറവ്, ഇംഗ്ലീഷ് അറിയില്ല എന്ന അവഹേളനത്തെ തുടർന്ന് ജീവൻ വെടിഞ്ഞ പെൺകുട്ടിയുടെ വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഭർത്താവിന്റെ അവഹേളനം സഹിക്കാൻ കഴിയാതെയാണ് യുവതി ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴിതാ അയൽക്കാരനായ ഒരു വ്യക്തി ആ പെൺകുട്ടിയെക്കുറിച്ച് എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്. മനസ്സ് വല്ലാതെ മരവിച്ചു പോയിരിക്കുന്നു. പഠിക്കാനൊക്കെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഷാനയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് എൻ്റെ മകളുടെ കൂടെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിൽ ഒരു നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ്. വിവാഹം കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം വരിക്കേണ്ടി വന്ന കുഞ്ഞുമോള് വല്ലാത്തൊരു വിധി. ഒന്നെങ്കിൽ കല്യാണം കഴിക്കുന്ന ചെറുക്കന് വധുവിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് വേണം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് കയറി വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനുള്ള സംസ്കാരവും വിവേകവും വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു കുടുംബമായി പോയി. കുട്ടിയെ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ്. ഈ കുട്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരൻ വിദേശത്തേക്ക് പോകുന്നു. കുട്ടി ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനവുമായിരുന്നു. ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെറുക്കന് കുട്ടിയെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. വിദേശത്ത് പോയപ്പോഴാണ് കുട്ടിക്ക് നിറം പോരാ, സൗന്ദര്യം പോരാ എന്നൊക്കെ തോന്നിയത്. അതിന് നിരന്തരം ഫോൺ വിളിച്ച് മാനസികമായിട്ട് കുട്ടിയെ തളർത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് നാട്ടിൽ എത്തിയത്. നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതാണ്. കല്യാണം അടുപ്പിച്ച് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. നവവധുവായി ഖദർ മണ്ഡപത്തിൽ നിൽക്കുന്ന മകൾക്ക് പകരം വെള്ള തുണിയിൽ മൂടി പുതപ്പിച്ച മകളുടെ മയ്യത്താണ് ആ പിതാവിന് കാണാൻ കഴിഞ്ഞത്. എന്തൊരു ലോകമാണ് നമ്മുടേത്! എന്തോരം തരം മനുഷ്യരാണ് ചുറ്റും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.